റെസിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. 200 ഗ്രാം പനീർ എടുത്ത് നമുക്ക് മസാല ചേർത്ത് വെക്കാം. അതിന് നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ്, ഞാനിതിൽ ഗരം മസാലപ്പൊടി ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി നമുക്കൊന്ന് ചേർത്തെടുക്കാം. കോൺഫ്ലോർ അധികമാവാതെ നോക്കണം. ഇനി ഇവയെല്ലാം നല്ലതുപോലെ ചേർത്ത ശേഷം പനീർ ഇട്ട് ഒന്ന് ചേർത്തെടുക്കാം. ഇങ്ങനെ ചേർത്ത ശേഷം നമുക്കിത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി 1/2 കപ്പ് ഗ്രീൻ പീസ്, കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അത് മുറിച്ചെടുക്കാം. ഉണ്ടെങ്കിൽ എടുത്താൽ മതി. 5-8 വെളുത്തുള്ളിയും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി അരച്ച പേസ്റ്റ്, 1 സവാള മുറിച്ചത്, 3 ബീൻസ് മുറിച്ചത്, എല്ലാം ചെറുതായി മുറിക്കണം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കണം. കരിഞ്ഞാൽ പനീറിൻ്റെ സ്വാദ് മാറും.
ലോ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ മസാല നല്ലതുപോലെ പനീറിൽ പിടിച്ചിരിക്കും. അപ്പോൾ അതിന് സ്വാദ് കൂടും. പനീർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. പച്ചമണം ഉണ്ടാകുമ്പോൾ ഇതിന് സ്വാദുണ്ടാവില്ല. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം മുറിച്ചതും സ്പ്രിംഗ് അനിയൻ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീൻസ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്യാൻ എടുത്തത്. ഇതൊന്ന് നല്ലതുപോലെ ആയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയിടും. ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ഹോട്ട് ചില്ലി സോസ് കൂടി ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിക്കണം. നിങ്ങൾക്ക് മസാലയുടെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് അരി വേവിച്ച ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തത്. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം.
1 ടീസ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗീ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പുളിനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത പനീർ ഇട്ട് ഇളക്കിയെടുക്കാം. ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഞാൻ ഗരം മസാല പൊടിയൊന്നും ഇടുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.